ചാപ്റ്റർ 9 മൈ സൺ വിൽ നോട്ട് എ ബെഗറിലെ സെക്ഷൻ 2 ആണ്. അപ്പോൾ നമുക്ക് സെക്ഷൻ 2 പോവാം. ഹൗ ഡിഡ് വേദ്സ് ഫാമിലി റിയാക്ട് ടു ഹിസ് ബ്ലൈൻഡ്നെസ്? വേ ദേ വേർ അൺഹാപ്പി ഓർ ഡിഡ് ദേ തിങ്ക് ഹി വുഡ് റിക്കവർ? അപ്പോൾ വേദ് ഈ ഒരു 3.5 വയസ്സിൽ കണ്ണ് കാണാത്ത കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട ഈ കുട്ടിയുടെ പേരെന്ന് പറയുന്നത് വേദാണ് ആ കുട്ടിയുടെ പേര്. അപ്പോൾ ആ കുട്ടിയുടെ ആ ഒരു കാഴ്ചയില്ലാത്തത് എങ്ങനെയാണ് അവൻ്റെ ഫാമിലിയിൽ ആ കുട്ടിയുടെ ഫാമിലിയെ എങ്ങനെയാണ് അവരതെങ്ങനെയാണ് ഉൾക്കൊണ്ടത് എന്നാണ്, എങ്ങനെയാണ് അതിന് റിയാക്ട് ചെയ്തതെന്ന്. വേർ ദേ വേർ അൺഹാപ്പി, അവർ സങ്കടത്തിലായിരുന്നു അല്ലെങ്കിൽ ഓർ ഡിഡ് ദേ തിങ്ക് ഹി വുഡ് റിക്കവർ, ഇവന് ഭേദമാവും, ഇവന് സുഖപ്പെടും, ഇവൻ്റെ കാഴ്ച ശക്തി തിരിച്ച് കിട്ടും എന്നുള്ള ഒരു വിശ്വാസം, അല്ലെങ്കിൽ അവന് റീകവർ ചെയ്യുമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഡിഡ് ദേ ഡു അബൌട്ട് ഹിസ് പ്രോബ്ലം? അപ്പോൾ അവൻ്റെ പ്രശ്നത്തിന് അവരെന്താണ് ചെയ്തത് എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷനിലൂടെ നോക്കാം. ഇറ്റ് വാസ് ഗുഡ് ദാറ്റ് ഐ ലോസ്റ്റ് മൈ സൈറ്റ് വെൻ ഐ ഡിഡ് because having no memories of seeing there was nothing to look back to, nothing to miss. അപ്പോൾ എന്താണ് ഈ കുട്ടി പറയാണ്, എനിക്ക് ഈ ഒരു 3.5 വയസ്സിൽ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത് നന്നായി, എനിക്ക് കണ്ണ് കാണാത്തത് നന്നായി. കാരണം എന്താണ്, എനിക്ക് മെമ്മറീസ് ഒന്നുമില്ല. ഈ ഒരു 3.5 വയസ്സെന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് മെമ്മറീസും കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ അതൊന്നും ഓർക്കാനുള്ള ഒരു ഏജ് അല്ലായിരുന്നു. 3.5 വയസ്സെന്ന് പറയുമ്പോൾ ചെറിയൊരു കുഞ്ഞാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാൻ പറ്റില്ല, മെമ്മറീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കാനൊന്നും ഇല്ല, അതുപോലെ തന്നെ മിസ് ചെയ്യാനും ഒന്നുമില്ലായിരുന്നു. ആ ഒരു സമയത്ത് കാഴ്ച നഷ്ടപ്പെട്ടത് നന്നായി എന്നാണ് കുട്ടി പറയുന്നത്. ഐ വെൻറ്റ് ബ്ലൈൻഡ് ഇൻ നവംബർ 1937. എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത് നവംബർ 1937 അറ്റ് ദാറ്റ് ടൈം വി വെയർ ലിവിങ് ഇൻ ഗുജറാത്ത് ഇൻ ദ പ്രൊവിൻസ് ഓഫ് പഞ്ചാബ് ഇൻ നോർത്തേൺ ഇന്ത്യ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞങ്ങൾ ഗുജറാത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. വെച്ചാൽ അവിടെയായിരുന്നു ഞങ്ങളുടെ വീട്. പ്രൊവിൻസ് ഓഫ് പഞ്ചാബ് ഇൻ നോർത്തേൺ ഇന്ത്യ, അപ്പോൾ നോർത്ത് ഇന്ത്യയിലായിരുന്നു ഞങ്ങൾ ഗുജറാത്തിൽ താമസിച്ചിരുന്നത്. ആഫ്റ്റർ മൈ സിക്നസ് വി മൂവ് ടു ലാഹോർ എ ഫ്യൂ മൈൽസ് എവേ ബട്ട് ദ നമ്പർ ഓഫ് റിലേറ്റീവ്സ് ഹു കെയിം ടു സിമ്പത്തൈസ് മെയ്ഡ് മൈ ഫാദർ ആസ്ക് ഫോർ അനദർ ട്രാൻസ്ഫർ. അപ്പോൾ ഈ ഒരു കുട്ടിയുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് ആ ഒരു ടൈമിലായിരുന്നു അവരെന്ത് ചെയ്തത്, ലാഹോറിലേക്ക് മൂവ് ചെയ്തത്. ആ ഒരു സമയത്ത് ലാഹോറിൽ മൂവ് ചെയ്തപ്പോൾ ലാഹോർ എന്ന് പറയുന്നത് കുറച്ച് ദൂരമായിരുന്നു. എ ഫ്യൂ മൈൽസ് എവേ, കുറച്ചോ ദൂരം മുമ്പുണ്ടായ ഗുജറാത്തിലുണ്ടായതിനായിട്ട് കുറച്ചോ മൈൽസ് ദൂരം മാത്രമായിരുന്നു ലാഹോറിൽ ഉണ്ടായിരുന്നത്. പക്ഷേങ്കിൽ ബന്ധുക്കളും അതുപോലെ തന്നെ ബന്ധുക്കളും ഫ്രണ്ട്സും അവരൊക്കെ എന്ത് ചെയ്തു, എൻ്റെ ഒരു കാഴ്ചയില്ലാത്തത് അവരൊക്കെ ഒരു സിമ്പത്തൈസ്, അവർക്ക് എന്നോടൊരു ഒരു സിമ്പതി ഉണ്ടായിരുന്നു. അത് എൻ്റെ അച്ഛന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അച്ഛൻ എന്ത് ചെയ്തു, വീണ്ടും ട്രാൻസ്ഫർ വാങ്ങി. അച്ഛന് ആ ഒരു റിലേറ്റീവ്സിൻ്റെ സിമ്പത്തൈസ് ഒന്നും അച്ഛന് ഇഷ്ടപ്പെട്ടില്ല. അതൊരു തരത്തിലുള്ള നമ്മളെ തന്നെ ഒരു ഫീൽ ചെയ്യിപ്പിക്കുന്ന, നമ്മളെ ഹേർട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ എല്ലാവരും സിമ്പത്തൈസ് ചെയ്യുമ്പോൾ എൻ്റെ അച്ഛന് വീണ്ടും ട്രാൻസ്ഫർ വാങ്ങി. ദിസ് ടൈം ടു കർണൽ. അപ്പോൾ കർണലിലാണ് വീണ്ടും ഞങ്ങൾ മാറിയത്, വീണ്ടും ഞങ്ങളുടെ താമസം മാറിയത്. വേർ വി ഹാഡ് നെയ്തർ ഫ്രണ്ട്സ് നോ റിലേറ്റീവ്സ്. അവിടെ ഞങ്ങൾക്ക് ഫ്രണ്ട്സോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആരും ഇല്ലായിരുന്നു. There we got a cottage of the canal bank built in very peaceful and quiet surroundings. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒരു കോട്ടേജ്, ഒരു വീട്, കനാൽ ബാങ്ക് ബിൽഡ് ഇൻ വെരി പീസ്ഫുൾ ആൻഡ് ക്വൈറ്റ് സറൗണ്ടിങ്സ്. അപ്പോൾ അവിടെ ഒരു സമാധാനത്തിൻ്റെയും ശാന്തിയായിട്ട് ഒരു ക്വൈറ്റ് ആയിട്ടുള്ള നല്ലൊരു ചുറ്റുപാടുള്ള ഒരു ഏരിയ ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങളവിടെ പീസ്ഫുള്ളായിട്ട് സമാധാനത്തോടെ ജീവിച്ചു. ആസ് മൈറ്റ് ബി എക്സ്പെക്റ്റഡ്, in the beginning it was tough for all of us, for mother and my father. എന്നുവെച്ചാൽ പുതിയ സ്ഥലത്തേക്ക് മാറുമ്പോൾ നമുക്ക് ആ ഒരു ചുറ്റുപാടും ആക്സെപ്റ്റ് ചെയ്യാൻ, ഉൾക്കൊള്ളാൻ, ആ ഒരു ഏരിയ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അതുപോലെ തന്നെ ആദ്യമൊക്കെ ഒരു ടഫ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്, ആ ഒരു സറൗണ്ടിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ടഫ് ഉണ്ടായിരുന്നു, ഡിഫിക്കൽട്ടായിരുന്നു എന്നാണ് എൻ്റെ അമ്മയ്ക്കും അച്ഛനെല്ലാം. ഫോർ മൈ 3 sisters ആൻഡ് മൈ ബ്രദർ ആൻഡ് ഫോർ മീ ടു. അച്ഛനും അമ്മയ്ക്കും അതുപോലെ തന്നെ എൻ്റെ 3 അനുജത്തിക്കും അതുപോലെ തന്നെ എൻ്റെ ബ്രദറിനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ സഹോദരന്മാർക്കും സഹോദരിക്കും അച്ഛനമ്മക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു സറൗണ്ടിങ്സ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇച്ചിരി ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നു എന്നാണ്. ദ ഇൽനെസ് ഹാഡ് ലെഫ്റ്റ് മീ വീക്ക്. അപ്പോൾ
എനിക്ക് സുഖമില്ലാതെ ആ ഒരു ഇൽനെസ് എന്നെ എന്ത് ചെയ്തു, എന്നെ തളർത്തി, ഞാനാകെ വീക്കായിപ്പോയി. ദ സെർവൻസ് അവോയ്ഡഡ് മീ ആസ് ദോ ഐ വെയർ ആൻ ഇവിൽ ഐ personified. My sisters treated me with care as though I were a fragile doll, and my mother wept. My father, who was a doctor in the public health service, was grateful that I had got prompt and good medical treatment, for delay would have affected my mind or endangered my life, but he, like the rest had no hope. അപ്പം എന്താണ്, സെർവൻസ് വേലക്കാരികളൊക്കെ എന്ത് ചെയ്തു, എന്നെ ഇവിൽ ഐൽ പേഴ്സോണിഫൈഡ് എന്ന് വെച്ചാൽ, അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്, സെർവൻസ് എല്ലാം എന്ത് ചെയ്തു, എന്നെ അവോയ്ഡ് ചെയ്തു, എന്നെ ഒരു എന്താണ് തിന്മയുടെ വ്യക്തിത്വം എന്ന രീതിയിൽ. ഇവിൽ ഐ പേഴ്സോണിഫൈഡ് എന്ന് വെച്ചാൽ തിന്മയുടെ വ്യക്തിത്വം എന്ന് വെച്ചാൽ ഞാനെന്തോ ആ ഒരു കുടുംബത്തിന് എന്നെ ഒരു എന്താണ് മോശമായ രീതിയിലുള്ള, അല്ലെങ്കിൽ ഞാനൊരു ആ ഒരു ഫാമിലിക്കുള്ള എന്തോ ഒരു ബേർഡൻ മാതിരി, അതുപോലെ തിന്മയുടെ വ്യക്തിത്വമാണ് ഈ ഒരു ഈവിൽ ഐ പേഴ്സോണിഫൈഡ് എന്ന് പറയുന്നത്. മൈ സിസ്റ്റേഴ്സ് ട്രീറ്റഡ് മീ വിത്ത് കെയർ. അപ്പോൾ സെർവൻസ് ഒക്കെ അവോയ്ഡ് ചെയ്തിരുന്നു, പക്ഷേ എൻ്റെ പെങ്ങന്മാർ സിസ്റ്റേഴ്സ് എന്ത് ചെയ്തിരുന്നു, എന്നെ കെയർ ചെയ്തിരുന്നു. ആസ് ദോ ഐ വെയർ എ ഫ്രേഗിൾ ഡോൾ. ഞാനൊരു ദുർബലമായ പാവയായ പോലും, ഫ്രേജിൽ ഡോൾ എന്ന് വെച്ചാൽ ദുർബലമായ പാവ എന്നാണ്. ഞാനൊരു പാവയെ പോലെയാണ്, കാരണം എന്താണ്, എനിക്ക് കണ്ണ് കാണാൻ സാധിക്കാത്തത് കൊണ്ട് എന്നെ എല്ലാവരും എടുത്തുകൊണ്ടാണ് നടക്കുന്നതും, അല്ലെങ്കിൽ ഞാൻ എവിടെയാണ് ഇരുന്നത് അവിടെ തന്നെ ഇരിക്കും. ഒരു ഡോളിനെ പോലെ, ദുർബലമായൊരു പാവയെ പോലെയാണ്. എന്നിട്ട് കൂടി അവർ എന്നെ കെയർ ചെയ്തു. പക്ഷേ എൻ്റെ മദർ, അമ്മയെന്നും എന്നെ ഓർത്ത് കരയാറുണ്ട്. ഈ ഒരു കാര്യം അമ്മയ്ക്ക് വളരെ സങ്കടപ്പെടുത്തുന്നതായിരുന്നു. അമ്മ എൻ്റെ ഈ ഒരു അവസ്ഥയെ കണ്ട് അമ്മ കരയാറുണ്ട് എന്നാണ്, വെപ്റ്റ്. My father, who was a doctor in the public health service, was grateful that I had got prompt and good medical treatment. അപ്പോൾ എന്താണ്, അച്ഛന് പബ്ലിക് ഹെൽത്ത് സർവീസിൽ ജോലി ഉള്ളത് കൊണ്ട് തന്നെ അച്ഛന് ഒരു സമാധാനം ഉണ്ടായിരുന്നു. എന്താണ്, കൃത്യസമയത്ത് പ്രോംപ്റ്റ് ആൻഡ് ഗുഡ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, കൃത്യസമയത്ത് മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഹോസ്പിറ്റലിൽ നിന്നുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കാര്യം കിട്ടിയില്ലായിരുന്നെങ്കിൽ, ഫോർ ഡിലേ വുഡ് ഹാവ് എഫക്റ്റഡ് മൈ മൈൻഡ് ഓർ എൻഡേഞ്ചേർഡ് മൈ ലൈഫ്. ഒരു പക്ഷേ എനിക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ലഭിച്ചില്ലായിരുന്നു എങ്കിൽ എന്ത് ചെയ്തേനെ, എൻ്റെ മനസ്സും മൈൻഡും അതുപോലെ തന്നെ എൻ്റെ ജീവിതവും ഡേഞ്ചറിലായേനെ. ഞാൻ ഇന്ന് തളർന്നിരുന്നേനെ, എന്ന് വെച്ചാൽ മാനസികമായും ശാരീരികമായും എൻ്റെ ജീവിതം എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടേനെ. ഒരു ഡിലേ ഉണ്ടായിരുന്നുവെങ്കിൽ, പക്ഷേ കൃത്യസമയത്ത് അച്ഛനൊരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് എനിക്ക് ട്രീറ്റ്മെൻ്റ് ഒക്കെ ലഭിച്ചു. ബട്ട് ഹി ലൈക്ക് ദ റെസ്റ്റ് ഹാഡ് നോ ഹോപ്പ്. പക്ഷെ എല്ലാവരെയും പോലെ അച്ഛനും വലിയൊരു പ്രതീക്ഷ ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ അച്ഛനും ഇല്ലായിരുന്നു എന്നാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പാരയിലോട്ട് പോവാം. എ സ്റ്റേജ് ഓഫ് കംപ്ലീറ്റ് ഇനാക്ഷൻ therefore followed my blindness. In part, this was due to the immediate shock of the illness, but more important still, the difficult situation was caused by ignorance of the potentialities of a blind child, since only blind persons my parents saw were beggars. അപ്പോൾ എന്താണ് ഈ ഒരു പാരയിൽ പറയുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേജ് ഓഫ് കംപ്ലീറ്റ് ഇനാക്ഷൻ therefore followed my blindness. എന്താണ് ഇവിടെ പറയുന്നത്? അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? സ്റ്റേജ് ഓഫ് കംപ്ലീറ്റ് ഇനാക്ഷൻ therefore followed my blindness എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റേജ്, ഈ ഒരു കാഴ്ചയില്ലാത്ത ഈ ഒരു ഞാനിപ്പോൾ ഫേസ് ചെയ്യുന്ന ഈ ഒരു പ്രോബ്ലം കംപ്ലീറ്റ്ലി ഒരു ഇനാക്ഷൻ എന്ന് വെച്ചാൽ ഒരു നിഷ്കൃത്യത, ഒരു കൃത്യത ഒന്നും ഇല്ലായിരുന്നു അതിന്. ഞാനൊരു ബ്ലൈൻഡ്നെസ് ആണെന്നുള്ളൊരു സത്യം ആക്സെപ്റ്റ് ചെയ്യേണ്ട രീതിയിൽ. സ്റ്റേജ് ഓഫ് കംപ്ലീറ്റ് ഇനാക്ഷൻ therefore followed my blindness. ഒരു നിഷ്ക്രിയമായ കാര്യമായിട്ട് തന്നെ ഈ ഒരു കാഴ്ചയില്ലാത്തത് എനിക്ക് ഫോളോ ചെയ്യേണ്ട വന്നു. ഇൻ പാർട്ട് ദിസ് വാസ് ഡ്യൂ ടു ദ ഇമ്മീഡിയറ്റ് ഷോക്ക് ഓഫ് ഇൽനെസ്. അപ്പോൾ ഇത് പെട്ടെന്നുള്ളൊരു ഷോക്കായിരുന്നു. എൻ്റെ ഒരു കാഴ്ച കാണാതെ അത് പെട്ടെന്നുള്ളൊരു ഷോക്കായിരുന്നു. ബട്ട് മോർ ഇമ്പോർട്ടൻറ്റ് സ്റ്റിൽ, ദ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വാസ് കോസ്ഡ് ബൈ ഇഗ്നോറൻസ് ഓഫ് ദ പൊട്ടൻഷ്യാലിറ്റീസ് ഓഫ് എ ബ്ലൈൻഡ് ചൈൽഡ്. അപ്പോൾ ഈ ഒരു കാഴ്ച ഇല്ലാത്തൊരു കുട്ടിക്ക് എത്ര കഴിവുണ്ടെങ്കിലും, സാധാരണ ഒരു കാഴ്ച ഇല്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ കുട്ടിക്ക് എന്തെങ്കിലും
പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്താണ് എന്തെങ്കിലും ഒരു കഴിവുണ്ടാവാം. ഹെലൻ കെല്ലർ, നിങ്ങൾ ഹെലൻ കെല്ലറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഹെലൻ കെല്ലർ കണ്ണ് കാണാനോ അല്ലെങ്കിൽ കേൾക്കാനോ ചെവി കേൾക്കാനോ സാധിക്കാത്തൊരു കുട്ടിയായിരുന്നു. പക്ഷേ ആ കുട്ടി ഫീൽ ചെയ്തിട്ടാണ്, ഹാൻഡിൽ കൈ കൊണ്ട് ഫീൽ ചെയ്തിട്ട് പഠിച്ച ഒരു കുട്ടിയായിരുന്നു ഹെലൻ കെല്ലർ. ഫേമസ് ആയിട്ടുള്ള റൈറ്ററാണ്. അപ്പോൾ ഹെലൻ കെല്ലറിന് ഒരുപാട് കഴിവുണ്ടായിരുന്നു. അവൾ ഒരുപാട് കഴിവ് അവളുടെ പുറത്ത് കാണിക്കാൻ അവൾക്ക് സാധിച്ചിരുന്നു. പക്ഷേ നോർമലി ഒരു കുട്ടിക്ക്, കണ്ണ് കാണാതെയുള്ള കുട്ടിക്ക് എന്തെങ്കിലും ഒരു എബിലിറ്റി, ആ ഒരു കാഴ്ചയില്ലാതെ അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു കഴിവ് ദൈവം കൊടുക്കാറുണ്ട്. പക്ഷേ സൊസൈറ്റി അല്ലെങ്കിൽ സമൂഹം എന്താണ് ആ ഒരു കുട്ടിയെ, കാഴ്ചയില്ലാതെ ആ ഒരു കുട്ടിയെ കാണുന്നത് എന്താണ്? ഒരു വികാരത്തിൽ അല്ലെങ്കിൽ ഒരു സിമ്പത്തറ്റിക് ആയിട്ടുള്ള ഒരു സിമ്പത്തി ആയിട്ടാണ് അവരെ നോക്കുന്നതും അവരെ കാണുന്നതും. അവർക്ക് എന്ത് കഴിവുണ്ടെങ്കിലും അവരോടുള്ള ഒരു പ്രത്യേക ഒരു പെരുമാറ്റം, അതാണ് പറയുന്നത് ഇവിടെ. ആ ഒരു എത്ര കഴിവുണ്ടെങ്കിലും ഒരു പൊട്ടൻഷ്യാലിറ്റി, അവരുടെ എബിലിറ്റി അവർക്ക് പുറത്തേക്ക് കാണിക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അതൊന്നും സമൂഹം ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ദ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വാസ് കോസ്ഡ് ബൈ ഇഗ്നോറൻസ് ഓഫ് ദ പൊട്ടൻഷ്യാലിറ്റീസ് ഓഫ് എല്ലാവരും ഇഗ്നോർ ചെയ്യുകയാണ്, ആ ഒരു കഴിവിനെ അവർ കാണുന്നില്ല. എന്തായാലും കാഴ്ചയില്ലല്ലോ എന്ന രീതിയിൽ, ഈ കുട്ടിക്ക് എത്ര കഴിവുണ്ടെങ്കിലും കാഴ്ചയില്ല എന്നുള്ളൊരു രീതിയിലാണ് പറയുന്നത്. അത് ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിരുന്നു, ഏറ്റവും വലിയ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. സിൻസ് ദ ഓൺലി ബ്ലൈൻഡ് പേഴ്സൺ മൈ പാരൻസ് സോ വിയർ ബെഗേഴ്സ്. അപ്പോൾ സാധാരണ എൻ്റെ പാരൻസ് കണ്ടിരുന്നത് ഒരു ബെഗേഴ്സ്. അപ്പോൾ ഇവിടെ പറയുകയാണ് ഞങ്ങളെ കുട്ടി, മൈ സൺ വിൽ നോട്ട് ബി എ ബെഗർ എന്ന് വെച്ചാൽ എൻ്റെ പാരൻസ് കണ്ടിരുന്നത് ബെഗേഴ്സ്, കാഴ്ചയില്ലാത്ത അവരായിട്ട് കണ്ടിരുന്നത് ബെഗേഴ്സിനെയാണ്, ഭിക്ഷക്കാരെയാണ്. അപ്പോൾ ഇവിടെ പാരൻസ് തന്നെ പറയാണ്, മൈ സൺ വിൽ നോട്ട് ബി എ ബെഗർ, ഞങ്ങളുടെ മോന് ബെഗർ ഒരിക്കലും ആവില്ല എന്ന രീതിയിലാണ് ഇവർ പറയുന്നത്. കാരണം അവർക്ക് ബെഗേഴ്സ് മാത്രമേ ഇങ്ങനെ ഒരു കാഴ്ചയില്ലാത്ത കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു ടൈറ്റിൽ ഈ ഒരു സ്റ്റോറിക്ക് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് പാര. ബട്ട് നൗ മൈ ഫേറ്റ് ഓർ ബൈ ദ വിൽ ഓഫ് ഗോഡ് ബ്ലൈൻഡ്നെസ് ഹാഡ് സ്ട്രക്ക് നോട്ട് ഓൺലി എ ചൈൽഡ് ഓഫ് ദ വെൽ ടു ഡു ബട്ട് ദാറ്റ് ഓഫ് ആൻ എക്സലൻ്റ്ലി ട്രെയിൻഡ് ഡോക്ടർ. അപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ വിധി പോലെ, അല്ലെങ്കിൽ ദൈവം വിധിച്ചതായിരിക്കാം ഇങ്ങനെ, ദൈവത്തിൻ്റെ വിധി ഇങ്ങനെ ആയിരിക്കാം, ദൈവത്തിൻ്റെ ആഗ്രഹം, വിഷ് ഇങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ കാഴ്ചയില്ലാതെ ഞാൻ മാത്രമല്ല എന്ന് വെച്ചാൽ എൻ്റെ ഒരു കഴിവും കൂടി കഴിവ് ഇല്ലാതെയാവുന്നതിന് ഒന്നിച്ച് എൻ്റെ കഴിവ് പുറത്ത് കാണിക്കാൻ സാധിക്കുന്നില്ല. ആ ഒരു രീതിയിൽ മാത്രമല്ല, എൻ്റെ അച്ഛനും കൂടി എന്നെ ഓർത്ത്, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു സിറ്റുവേഷന് ഫേസ് ചെയ്യാൻ അച്ഛനും സാധിക്കുന്നില്ല. ഒരു നല്ലൊരു ഡോക്ടർ എന്ന നിലയിൽ എനിക്കും എൻ്റെ മോനെ ആ ഒരു ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ, ഇവൻ്റെ കാഴ്ച തിരിച്ചു നൽകാൻ എനിക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് ആര് പറയുന്നത്? ഫാദർ ലുക്ക് ബട്ട് നൗ ബൈ ഫേറ്റ് ഓർ ബൈ ദ വിൽ ഓഫ് ഗോഡ് ബ്ലൈൻഡ്നെസ് ഹാഡ് സ്ട്രക്ക് നോട്ട് ഓൺലി എ ചൈൽഡ് ഓഫ് ദ വെൽ ടു ഡു. അപ്പോൾ ഒരു കുട്ടിക്ക് ചെയ്യാൻ സാധിക്കുന്ന നല്ല രീതിയിൽ എന്തെങ്കിലും കഴിവും പൊട്ടൻഷ്യാലിറ്റീസ് ഉണ്ടെങ്കിൽ പോലും ആ കുട്ടിയുടെ അത് ദൈവത്തിൻ്റെ വിധിയാലേ അത് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ കാഴ്ചയില്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ആ ഒരു സിറ്റുവേഷന്. ബട്ട് ദാറ്റ് ഓഫ് ആൻ എക്സലൻ്റ്ലി ട്രെയിൻഡ് ഡോക്ടർ. അപ്പോൾ ഈ ഒരു കാര്യം മാത്രമല്ല, എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടതുകൊണ്ട് ഡോക്ടറായിട്ടുള്ള എനിക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, എൻ്റെ മകന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ്. ഹൂ ഫൗണ്ട് ഹിസ് ട്രെയിനിങ് ഇൻ ദ ഇൻസ്റ്റൻസ് യൂസ്ലെസ്. അപ്പോൾ ഇവന് ഡോക്ടർ എന്ന നിലയിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തു, മകന് നല്ല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും കൊടുത്തു. പക്ഷെ അതൊന്നും യൂസ് ഇല്ലായിരുന്നു. ഇവൻ്റെ വിധി ഇങ്ങനെ ആയിരിക്കാം, ദൈവത്തിൻ്റെ തീരുമാനമായിരിക്കാം എന്ന രീതിയിൽ അവർ അതിനെ കണക്കാക്കി. ഓക്കെ, സ്റ്റിൽ ഹിസ് വൈഡ് മെഡിക്കൽ എക്സ്പീരിയൻസ് ഹാഡ് പ്രിപ്പയർഡ് ഹിം ഫോർ ആൻ ആക്സെപ്റ്റൻസ് ഓഫ് ദിസ് ട്രാജഡി. അപ്പോൾ ഇവൻ്റെ മെഡിക്കൽ എക്സ്പീരിയൻസ്, ഇവന് ഒരുപാട് ആൾക്കാരെ കാണുന്ന ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുമായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട്, നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവന് ആ ഒരു ട്രാജഡി, ഈ ഒരു പ്രോബ്ലത്തെ ഫേസ് ചെയ്യാൻ തയ്യാറായി എന്നാണ്. ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്തേ തീരൂ, ദൈവത്തിൻ്റെ തീരുമാനം ഇങ്ങനെയാണെന്ന രീതിയിൽ അവന് ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എനി കോഴ്സ് ഓഫ് ആക്ഷൻ മസ്റ്റ് ബിഗിൻ വിത്ത് ദ റിയലൈസേഷൻ ദാറ്റ് ഐ വുഡ് ബി ബ്ലൈൻഡ് ഫോർ ദ റെസ്റ്റ് ഓഫ് മൈ ലൈഫ്. എന്ന് വെച്ചാൽ എന്ത് ചെയ്താലും കാഴ്ച ലഭിക്കാൻ പോകുന്നില്ല
എന്നുവെച്ചാൽ ദൈവം ഇങ്ങനെയാണ് തീരുമാനിച്ചത്, റെസ്റ്റ് ഓഫ് മൈ ലൈഫ്, ഇനിയുള്ള എൻ്റെ ജീവിതം മൊത്തം ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു കാര്യം ആക്സെപ്റ്റ് ചെയ്തേ തീരൂ. അത് ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടി ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യും, മെൻ്റലിയും ഫിസിക്കലിയും തളർന്നു പോകും. ആ കുട്ടിക്ക് ആ ഒരു ആക്സെപ്റ്റ് ചെയ്യാനുള്ള എന്ത് വേണം, ഒരു എന്താണ് നല്ലൊരു മനസ്സൊരു ഉറപ്പ് വേണം, ഒരു എന്താണ് ആ കുട്ടിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കണം. അല്ലെങ്കിൽ ആ കുട്ടി തളർന്നു പോകും. മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും ആ കുട്ടി തളർന്നു പോകും. പക്ഷേ ആ ഒരു കുട്ടി ആ ഒരു സത്യം മനസ്സിലാക്കുകയാണെങ്കിൽ അതത്ര വലിയ പ്രശ്നമാകില്ല. കാരണം എന്താണ്, ആ കുട്ടിക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കും. ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരുമ്പോഴാണ് മെൻ്റലിയും ഫിസിക്കലിയും ആയിട്ട് തകർന്നത്. അതാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോവാം. സെക്ഷൻ 3. Ved's mother had her own ideas of why her son went blind. She also had her own methods of treating him. What way did they do him any good? അപ്പോൾ വേദിൻ്റെ അമ്മയ്ക്കും എന്താണ്, ഇവന് ഈ ഒരു കണ്ണ് കാണാതായതിൻ്റെ ഐഡിയ, അല്ലെങ്കിൽ ഈ ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടതിൻ്റെ ഐഡിയ ഒക്കെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ എന്ത് ചെയ്തു, ഷി ആൾസോ ഹാഡ് അവർ ഓൺ മെത്തേഡ്സ് ഓഫ് ട്രീറ്റിംഗ് ഹിം. അമ്മയും എന്ത് ചെയ്തു, അമ്മേൻ്റെ സ്വന്തം മെത്തേഡ്സ്, അമ്മയും എന്ത് ചെയ്തു, മകനെ ട്രീറ്റ് ചെയ്യാൻ, മകനെ എന്ത് ചെയ്തു, മകനെ ഈ ഒരു പഴയ രൂപത്തിലേക്ക് അല്ലെങ്കിൽ കാഴ്ച ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് അമ്മയും സഹായിച്ചു, അമ്മയും ഹെൽപ്പ് ചെയ്തു എന്നാണ്. അപ്പോൾ എന്തൊക്കെയാണത്, വാട്ട് വേ എന്തൊക്കെയാണത്, ഡിഡ് ദേ ഡു ഹിം എനി ഗുഡ്, ആ കാര്യങ്ങളൊക്കെ ഇവന് എന്തെങ്കിലും നല്ലത് വരുത്തിയോ, അമ്മേൻ്റെ മെത്തേഡ്, അമ്മ ട്രീറ്റ് ചെയ്യാൻ നോക്കിയ ആ ഒരു മെത്തേഡ് എന്തെങ്കിലും ഹെൽപ്ഫുൾ, എന്തെങ്കിലും ഗുഡ്, എന്തെങ്കിലും നല്ലത് സംഭവിച്ചോ എന്നാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷനിലോട്ട് പോവാം. My mother on the other hand could not convince herself that my sight would never return. She did not have the medical experience of my father and she blamed something in her past for the tragedy. അപ്പോൾ എന്താണ് എന്താണ് my mother on the other hand എന്നുവെച്ചാൽ അമ്മ പറയാണ്, അമ്മയുടെ ഒരു അഭിപ്രായം, അല്ലെങ്കിൽ അമ്മ പറയാണ്. അപ്പോൾ വേറൊരു സൈഡിൽ അമ്മ എന്ത് ചെയ്തു, അമ്മ ഷീ കുഡ് നോട്ട് കൺവീനിയൻസ് ഹെർസെൽഫ് ദാറ്റ് മൈ സൈറ്റ് വുഡ് നെവർ റിട്ടേൺ. അപ്പോൾ അമ്മയ്ക്ക് അതൊന്ന് കൺവീനിയൻസ് ചെയ്യാൻ, അതൊന്ന് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത്, എനിക്ക് എൻ്റെ കാഴ്ച തിരിച്ച് കിട്ടുമെന്നുള്ളത് അമ്മയ്ക്ക് അത്രയ്ക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. ഷീ ഡിഡ് നോട്ട് ഹാവ് ദ മെഡിക്കൽ എക്സ്പീരിയൻസ് ഓഫ് മൈ ഫാദർ. അപ്പോൾ അച്ഛൻ്റെ അത്ര മെഡിക്കൽ എക്സ്പീരിയൻസൊന്നും അമ്മയ്ക്കില്ലായിരുന്നു. അമ്മ അതൊന്നും അതത്ര ആ ഒരു മെഡിക്കൽ അത്ര വിശ്വസിച്ചില്ല എന്നാണ്. ആൻഡ് ഷീ ബ്ലെയിം സംതിങ് ഇൻ ഹെർ പാസ്റ്റ് ഫോർ ദ ട്രാജഡി. അപ്പോൾ നമ്മൾ പറയില്ലേ, മുൻ ജന്മത്തെ എന്തോ ചെയ്തൊരു പാപത്തിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത എന്തോ തെറ്റിൽ സംഭവിച്ച അതായിരിക്കാം ഈ ഒരു പ്രോബ്ലം എന്ന്. ആ ഒരു രീതിയിൽ അമ്മ എന്ത് പറഞ്ഞു, കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത അല്ലെങ്കിൽ പാസ്റ്റിൽ ചെയ്ത എന്തോ ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണ് ഈ ഒരു സംഭവം, എൻ്റെ മകൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടതെന്ന് അമ്മ വിശ്വസിച്ചു. അപ്പോൾ ദ ഫാമിലി പണ്ഡിറ്റ് അപ്പോൺ whose advice mother had relied almost from her childhood was called in and consulted. അപ്പോൾ പണ്ട് മുതലേ അമ്മയ്ക്കൊരു പണ്ഡിത്ത് എന്ന് വെച്ചാൽ ഒരു പൂജാരി, അവരുടെ അഡ്വൈസ് അനുസരിച്ചിട്ടാണ് ഓരോ കാര്യം അമ്മയുടെ ചെറുപ്പകാലത്തെ തൊട്ട് അമ്മ എന്ത് ചെയ്യായിരുന്നു, ആ ഒരു ഫാമിലി പണ്ഡിറ്റ് എന്ന് വെച്ചാൽ കുടുംബത്തിലുള്ള ഒരു പൂജാരിയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ അമ്മ വിശ്വസിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞതൊക്കെ അമ്മക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവരെ ചെന്ന് കാണാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വാസ് കോൾഡ് ഇൻ ആൻഡ് കൺസൾട്ടഡ്. ഹീ നോസ് മോർ അബൌട്ട് റിലീജിയൻ ആൻഡ് സയൻസ്. അപ്പോൾ അമ്മ അവിടെ പോയിട്ട് അദ്ദേഹത്തെ കണ്ടിരുന്നു. അദ്ദേഹത്തിന് റിലീജിയനെയും സയൻസിനെ കുറിച്ചും റിലീജിയനെ കുറിച്ചും നല്ലൊരു സ്റ്റഡി ഉണ്ട്, നല്ലൊരു എന്നുവെച്ചാൽ ഒരു നല്ലൊരു പൂജാരിയായിരുന്നു. എല്ലാത്തിൻ്റെയും എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും ഒരു അറിവുള്ള നല്ലൊരു പൂജാരിയായിരുന്നു അദ്ദേഹം. അപ്പോൾ മദർ സെഡ് വിത്ത് പ്രൈഡ് ദാൻ എനി അതർ പണ്ഡിറ്റ് ഇൻ അവർ പ്രൊവിയൻസ് ഐ വാസ് ടേക്കൺ ബിഫോർ ഹിം. അപ്പോൾ ഞാൻ വേറെ ഏത് പൂജാരിയുടെ അടുത്തും കൊണ്ടേയില്ല, നിങ്ങളുടെ അടുത്താണ് ഇവനെ കൊണ്ടുവന്നത്. ആൻഡ് ഫോർ എ ലോങ് ടൈം ദാറ്റ് ഐ സാറ്റ് ഇൻ മൈ മദേഴ്സ് ലാപ്പ് വൈൽ ഹി വാസ് ലോസ്റ്റ് ഇൻ തോട്ട്. അപ്പോൾ ഞാനും എൻ്റെ അമ്മ എന്നെയും കൂട്ടി ആ ഒരു പൂജാരിയുടെ അടുത്ത് പോയി എന്നാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അമ്മയുടെ മടിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു കുറേ സമയം. വൈൽ ഹി വാസ് ലോസ്റ്റ് ഇൻ തോട്ട്. അപ്പോൾ ഞാൻ എന്നുവെച്ചാൽ ഇദ്ദേഹം എന്തോ ആലോചിച്ചിരിക്കുകയായിരുന്നു. ഞാൻ അമ്മയുടെ മടിയിൽ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ വൈൽ ഹി ടുക്ക് മൈ ഹാൻഡ് ആൻഡ് എക്സാമിൻ ദ ലൈൻസ്. അപ്പോൾ എൻ്റെ കൈ
പിടിച്ചിട്ട് എന്ത് ചെയ്തു, എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു രേഖ, കയ്യിലുള്ള ആ ഒരു രേഖ ലൈൻസൊക്കെ നോക്കി. ദെൻ ഹീ ലുക്ക്ഡ് അറ്റ് മദേഴ്സ് ആൻഡ് ഹി സ്റ്റഡീഡ് ഹെർ ഫോർഹെഡ്. എന്നിട്ട് അമ്മയുടെ എന്ത് ചെയ്തു, അമ്മയുടെ നെറ്റി നോക്കിയിട്ട്, അമ്മയുടെ ഫോർഹെഡ് നോക്കിയിട്ട് എന്തൊക്കെയോ അദ്ദേഹം ഇങ്ങനെ നോക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹം എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്ന് കണ്ടുപിടിക്കുകയാണ്. മംബ്ലിങ് സ്റ്റഡിയിൽ. അപ്പോൾ ഇദ്ദേഹം സ്റ്റഡിയിൽ എന്ന് വെച്ചാൽ ഇദ്ദേഹം ആലോചിക്കുകയാണ് എന്തൊക്കെയാണ് പ്രശ്നം. ഈ മകൻ്റെ കയ്യിലത്തെ ആ രേഖയും അമ്മയുടെ നെറ്റിയിലൊക്കെ നോക്കിയിട്ട് ഇദ്ദേഹം എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ എന്താണ് ഇതിനുള്ള പോൺ വഴി എന്ന് കണ്ടുപിടിക്കുകയാണ്. He said he found himself inadequate and more pandits would have to be consulted. അപ്പോൾ പറഞ്ഞു ഇനിയും വേറെ പൂജാരികളെയും ആവശ്യമുണ്ട്, അപ്പോൾ എന്ത് ചെയ്യണം, എല്ലാവരും ഒന്നിച്ച് സ്റ്റഡി ചെയ്താൽ ഇതിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഇതിനെങ്ങനെ പരിഹരിക്കാമെന്ന് പറയാൻ സാധിക്കുമെന്ന്. At his request they were called and questioned as to what an ornament could be made. അപ്പോൾ അവരെ വിളിച്ചു, എന്നിട്ട് ഒരു ഡിസ്കഷനൊക്കെ നടന്നു. എന്താണ് ഇതിനുള്ള പോൺ വഴി, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു കുട്ടിയുടെ കാഴ്ച തിരികെ ലഭിക്കുക എന്നുള്ളതിൻ്റെ എന്താണ്, എങ്ങനെയാണ് ആ ഒരു എന്ത് കർമ്മം ചെയ്താലാണ് തിരിച്ച് ലഭിക്കുക എന്നുള്ളൊരു രീതിയിൽ അവർ ഡിസ്കസ് ചെയ്തു. ദി ഓൾ അഗ്രീഡ് ദാറ്റ് ബൈ ഡൂയിങ് പെനാൻസ് ഫോർ ഹെർ സിൻസ് മൈ മദർ കുഡ് ഇംപ്രൂവ് മൈ ചാൻസ് ഓഫ് റീഗെയിനിങ് സൈറ്റ്. അപ്പോൾ എന്താണ്, അവൾ ചെയ്തെന്തോ പാവമാണ്, എന്താണ് അമ്മ ചെയ്തെന്തോ തെറ്റിൻ്റെ പേരിലാണ് കുട്ടിയുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിനുള്ള പോൺ വഴി എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്തെങ്കിലും എന്താണ് പൂജയും കാര്യങ്ങളും, അല്ലെങ്കിൽ എന്തെങ്കിലും മന്ത്രാസ് അതുപോലത്തെ എന്തെങ്കിലും ചെയ്യണം, എന്നാലേ ഈ കുട്ടിയുടെ അങ്ങനെ ചെയ്താൽ നമുക്ക് കുട്ടിയുടെ കാഴ്ച തിരികെ ലഭിക്കും, കുട്ടിയുടെ കാഴ്ച തിരികെ എടുക്കാൻ സാധിക്കും എന്നാണ്, കുട്ടിക്ക് കാഴ്ച ലഭിക്കും എന്നാണ്. എന്താണ് ഈ അമ്മ ചെയ്ത എന്തോ ഒരു പാവം, എന്തോ ഒരു തെറ്റിൻ്റെ പേരിലാണ് ഈ കുട്ടിയുടെ കാഴ്ച നഷ്ടപ്പെട്ടത്, അതിനുള്ള പോൺ വഴി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ദേ പ്രിസ്ക്രൈബ്ഡ് മെത്തേഡ്സ് റേഞ്ചിങ് ഫ്രം ഇൻറ്റൻസീവ് പ്രേയേഴ്സ് ടു സ്ട്രെനിയസ് ഫിസിക്കൽ എക്സർഷൻസ്. അപ്പോൾ അവരെന്ത് ചെയ്തു, അവർ എന്തൊക്കെയോ മന്ത്രങ്ങളും അതുപോലെ തന്നെ ഫിസിക്കൽ, അവർ കൈകൊണ്ടും അതുപോലെ തന്നെ എന്തൊക്കെയോ മന്ത്രങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു, മന്ത്രങ്ങൾ ജപിക്കുന്നതും അതുപോലെ തന്നെ എന്താണ് കൈകൊണ്ടൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഫോർ എ ഫീ ദേ അഗ്രി ടു പെർഫോം പാർട്ട് ഓഫ് ദ നെസസറി റിലീജിയസ് സെറമണീസ്. അപ്പോൾ എന്തെങ്കിലും ഈ ഒരു പൂജ നടക്കണമെങ്കിൽ ഫീ വേണം, എന്താണ് അവർ ഫീ കൊടുത്താലും അവർക്കുള്ള ആ ഒരു പൈസ കൊടുത്താൽ അവരെന്ത് ചെയ്യും, ഒരു റിലീജിയസ് ഈ ഒരു മന്ത്രങ്ങളും കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ചിലവുണ്ടാവും. അപ്പോൾ ആ ഒരു ഫീ കൊടുത്താൽ അവരെന്ത് ചെയ്യും, ഈ ഒരു പൂജ ചെയ്തിട്ട് ആ ഒരു എന്താണ് ആ ഒരു തെറ്റിലുള്ള പോൺ വഴി, അതെന്ന് വെച്ചാൽ അതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു തെറ്റിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മന്ത്രം ചെയ്യേണ്ടിയിരുന്നു. അപ്പോൾ അതിനുള്ള ഫീ ഒക്കെ കൊടുത്തു. അപ്പോൾ ഈച്ച് പണ്ഡിറ്റ്സ് അഡ്വൈസ് വാസ് കെയർഫുള്ളി ഹീഡഡ്. അപ്പോൾ ആ ഒരു എല്ലാ പൂജാരികളുടെയും അഡ്വൈസ്, അവർ നൽകുന്ന ഉപദേശം കേട്ടിരുന്നു. And since my mother knew that my father would dislike such methods, she kept them secret, making it doubly hard for herself. അപ്പോൾ ഈ ഒരു കാര്യം അച്ഛന് ഇഷ്ടമില്ലായിരുന്നു. അച്ഛന് ഈ ഒരു ഈ ഒരു കാര്യത്തിൽ അത്ര വിശ്വാസം ഇല്ലായിരുന്നു. അച്ഛന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ അമ്മ എന്ത് ചെയ്തു, ഇത് അച്ഛൻ്റെ അടുത്ത് നിന്ന് മറച്ചു വെച്ചു. അച്ഛനോട് ഈ കാര്യമൊന്നും പറഞ്ഞില്ല. മേക്കിംഗ് ഇറ്റ് ഡബ്ലി ഹാർഡ് ഫോർ ഹെർസെൽഫ്. അതത്ര സീക്രട്ട് ആയിട്ട് വെക്കുന്നത് കുറച്ച് ഡിഫിക്കൽട്ടുള്ള കാര്യവും കൂടിയായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വരയിൽ എന്താണ് പറയുന്നത്, അലോങ് വിത്ത് ദിസ് റിലീജിയസ് council there were a series of visits to hakims, physicians who followed the Greek or Unani system of medicine. These quacks prescribed all types of concocted drops to put in my eyes, the surmas, which were administered at all hours of the day and night, burned and stung my eyes, and the only soothing part of the miserable ordeal was the loving cares of mother afterwards. അപ്പോൾ എന്താണ് ഈ ഒരു പാരയിൽ പറയുന്നത്, വിത്ത് ദിസ് റിലീജിയസ് കൗൺസിൽ, അപ്പം മതപരമായ ഉപദേശം ലഭിച്ചു, അതിൻ്റെ ഒന്നിച്ച് എന്നെ എന്ത് ചെയ്തു, ദർ വെർ എ സീരീസ് ഓഫ് വിസിറ്റ്സ് ടു ഹക്കീംസ്, ഹക്കീമിൻ്റെ അടുത്തേക്കും വിസിറ്റ് ചെയ്തു എന്നെക്കൊണ്ട്. ഹക്കീംസ് എന്ന് വെച്ചാൽ ഫിസീഷ്യൻസ് ഹൂ ഫോളോ ദ ഗ്രീക്ക് ഓർ ഉനാനി സിസ്റ്റം ഓഫ് മെഡിസിൻ. അപ്പം മരുന്ന് ഗ്രീക്കിൻ്റെയും ഉനാനി സിസ്റ്റം എന്ന് പറയുന്ന അവരുടെ മരുന്ന് ഫോളോ ചെയ്യുന്നവരെയാണ്, ഒരു മരുന്ന് തരുന്നവരെയാണ് ഹക്കീംസ് എന്ന് പറയുന്നത്. ദീസ് ക്വാക്സ് പ്രിസ്ക്രൈബ്ഡ് ഓൾ ടൈപ്സ് ഓഫ് കൺകോട്ടഡ് ഡ്രോപ്സ് ടു പുട്ട് ഇൻ ടു മൈ ഹൈസ്. അപ്പോൾ അവരെന്ത് ചെയ്തു, അവർ കുറേ ടൈപ്സ് ആയിട്ടുള്ള ഒരു ഡ്രോപ്സ്, കണ്ണിലേക്ക് ഉറ്റിക്കാനുള്ള എന്തോ മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു. ദ സുർമാസ് വിച്ച് വെയർ അഡ്മിനിസ്ട്രേറ്റഡ് അറ്റ് ഹോൾ അവേഴ്സ് ഓഫ് ദ ഡേ ആൻഡ് നൈറ്റ്. അപ്പോൾ സുറുമയും ആ സുറുമ എല്ലാ രാത്രിയിലും പകലിലും ഇടാനുള്ള സുറുമയും അദ്ദേഹം തന്നിരുന്നു. ബേൺഡ് ആൻഡ് സ്റ്റങ്
ബേൺഡ് ആൻഡ് സ്റ്റങ് മൈ ഐസ്. അപ്പോൾ ബേൺഡ് ആൻഡ് സ്റ്റങ്ഡ് മൈ ഐസ് എന്ന് വെച്ചാൽ കത്തിച്ചു എന്നാണ്, എൻ്റെ കണ്ണുകൾ കത്തിച്ചു. ആ ഒരു എന്താണ്, ആ ഒരു സുറുമൊക്കെ ഇടുന്ന സമയത്ത് വളരെ എന്താണ് കണ്ണുകളൊക്കെ കത്തുന്ന രീതിയിലാണ്, അതാണ് പറയുന്നത്. ബേൺഡ് ആൻഡ് സ്റ്റങ് മൈ ഐസ് എന്ന് വെച്ചാൽ കണ്ണുകൾ കത്തിച്ചു എന്ന് വെച്ചാൽ ഭയങ്കര ഒരിതുണ്ടായിരുന്നു ആ ഒരു സുർമയ്ക്ക്. ആൻഡ് ദ ഓൺലി സൂത്തിങ് പാർട്ട് ഓഫ് ദ മിസറബിൾ ഓർഡീൽ വാസ് ദ ലവിങ് കെയർസ് ഓഫ് മദേഴ്സ് ആഫ്റ്റർവേർഡ്സ്. അപ്പോൾ ദയനീയമായ അഗ്നിപരീക്ഷയുടെ ഭാഗം, ഇതൊരു ദയനീയമായൊരു ഈ ഒരു ബേണിങ്ങും ഈ ഒരു എന്താണ്, അത് വല്ലാത്തൊരു നീറ്റൽ ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു സുറുമ ഇടുന്ന സമയത്ത് വല്ലാത്ത നീറ്റൽ, ആ ഒരു പെയിന് ഉണ്ടാവും. പെയിൻ എന്ന് വെച്ചാൽ ഒരു നീറ്റൽ ഉണ്ടാവും, ഒരു ബേൺ ചെയ്യുന്ന രീതിയിലുള്ള. അപ്പോൾ അതിൻ്റെ എല്ലാം ആ ഒരു ദയനീയമായ അഗ്നിപരീക്ഷ, ഇതൊരു എന്താണ്, കണ്ണിൻ്റെ കാഴ്ച ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊരു പരീക്ഷണമാണ്. അപ്പോൾ ഇതിൽ വിജയിക്കോ ഇല്ലയോ എന്നറിയില്ല. അപ്പോൾ ഈ ഒരു ഒരു അഗ്നിപരീക്ഷയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഒരു എന്താണ്, കാഴ്ച ലഭിച്ചാൽ അതത്ര ഒരു സന്തോഷമുള്ള കാര്യം തന്നെയല്ല. അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സുറുമയും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വേദനയും ഈ ഒരു നീറ്റലിൻ്റെ ഇടയ്ക്ക് അമ്മയുടെ കരുതലും സ്നേഹവുമാണ് എനിക്ക് അല്പം സമാധാനം തരുന്നത് എന്നാണ്. One night when my mother was administrating these eye drops and I was protesting with loud cries. അപ്പോൾ ഒരു രാത്രിയിൽ അമ്മ ഇങ്ങനെ കണ്ണിലേക്ക് ഡ്രോപ്സ് ഒറ്റിക്കുന്ന സമയത്ത്, ഈ ഒരു മരുന്ന് ഒറ്റിക്കുന്ന സമയത്ത്, കണ്ണിലേക്ക് ഒഴിച്ചിരുന്ന സമയത്ത് എന്താണ്, ഐ വാസ് പ്രൊട്ടസ്റ്റിംഗ് വിത്ത് ലവ്, എനിക്ക് വല്ലാത്ത നീറ്റൽ കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒച്ചത്തിൽ കരയുന്നുണ്ടായിരുന്നു. മൈ ഫാദർ അൺഎക്സ്പെക്റ്റഡ്ലി റിട്ടേൺഡ്. പ്രതീക്ഷിക്കാതെ അച്ഛൻ അങ്ങോട്ടേക്ക് വന്നു. ഹി ആസ്ക്ഡ് ആൻഡ് ഐ ടോൾഡ് ഹിം വൈ ഐ വാസ് ക്രൈങ്. ഹി വാസ് വെരി ആംഗ്രി. അച്ഛൻ എന്നോട് ചോദിച്ചു എന്തിനാണ് നീ കരയുന്നതെന്ന്. ആ സമയത്ത് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം അച്ഛൻ എന്ത് ചെയ്തു, അച്ഛന് ദേഷ്യം വന്നു. അച്ഛന് ഇഷ്ടമില്ലാത്ത കാര്യമാണിത്, അതുകൊണ്ട് തന്നെ അച്ഛന് ദേഷ്യം വന്നു. ഹി ഫോർബേഡ് ഹർ ടു മേക്ക് എനി മോർ വിസിറ്റ്സ്. അപ്പോൾ അമ്മയോട് വിലക്കി, നീ മേലാൽ അങ്ങോട്ട് ഹക്കീംസിൻ്റെ അടുത്ത് പോകാൻ പാടില്ല, കാണാൻ പാടില്ല, അവരെ വിസിറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഫോർബേഡ്, വിലക്കി എന്നാണ് ഫോർബേഡ് എന്ന് വെച്ചാൽ. ആൻഡ് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ദ പർച്ചേസ് ഓഫ് എനി മോർ സുറുമാസ്. അപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് അച്ഛൻ എന്ത് ചെയ്തു, ഇനി ഒരിക്കലും ഈ ഒരു സുറുമയോ വാങ്ങാൻ പാടില്ല, ഹക്കീമിൻ്റെ അടുത്തേക്ക് പോകാനും പാടില്ല എന്ന് പറഞ്ഞ് അച്ഛന് വിലക്കി അമ്മയെ. ദെൻ ഹി ജനറലി ലിഫ്റ്റഡ് മീ ഫ്രം ഹർ ഹാംസ്. അമ്മൻ്റെ ആംസിൽ നിന്ന് എന്നെ എന്ത് ചെയ്തു, അച്ഛന് പൊക്കിയെടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നു. ആൻഡ് ടുക്ക് മീ അവേ, അങ്ങോട്ട് ആ റൂമിൽ നിന്ന് പോയി എന്നാണ്. വിത്ത് സ്റ്റഡി ഹാൻഡ്സ് ഹി ബാത്ത് മൈ സ്റ്റിനിങ് ഹൈസ് ആഫ്റ്റർ. എന്താണ്, ഞാൻ ഈ ഒരു ഡ്രോപ്സ് അല്ലെങ്കിൽ ഈ ഒരു സുറുമ ഇട്ട സമയത്ത് എൻ്റെ കണ്ണിന് വല്ലാത്തൊരു നീറ്റലുണ്ടായിരുന്നു. അച്ഛൻ എന്ത് ചെയ്തു, അതൊക്കെ വാഷ് ചെയ്തെടുത്തു. ബാത്ത് എന്ന് വെച്ചാൽ അത് കഴുകിക്കളഞ്ഞു എന്നാണ്. ആഫ്റ്റർ ദിസ് ഇൻസിഡൻറ്റ് ഈവൻ ദോ വി സ്റ്റോപ്പ് ഗോയിങ് ടു ഹക്കീംസ്. ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഹക്കീമിൻ്റെ അടുത്തൊന്നും പോയില്ല, അച്ഛന് വിലക്കിയത് കൊണ്ട് ഞങ്ങൾ പോയില്ല. ആൻഡ് നൗ ദ അപ്ലിക്കേഷൻസ് ഓഫ് സുറുമ കണ്ടിന്യൂസ് ടിൽ ഐ വാസ് 11. അപ്പോൾ ഒരു സുറുമ അപ്ലൈ ചെയ്യുന്നത് ഞങ്ങൾ ഈ ഒരു 11 ഇയേഴ്സ് ആയിട്ടും അത് കണ്ടിന്യൂ ചെയ്തു, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ബട്ട് ദേ വെർ വെരി മൈൽഡ്. അതൊരു സൗമ്യമായ, എന്ന് വെച്ചാൽ അത്രയും നീട്ടലൊന്നും ഇല്ലാത്ത, അത്രയ്ക്ക് ബേൺ ചെയ്യാത്തൊരു സുറുമയായിരുന്നു. ഒരു സൗമ്യമായ സുറുമയായിരുന്നു അപ്ലൈ ചെയ്തത്. ആൻഡ് മൈ മദർ ഓൾവേസ് ഒബ്റ്റെയിൻഡ് മൈ കൺസെൻറ്റ് ഇൻ അഡ്വാൻസ്. അമ്മ എപ്പോഴും എൻ്റെ സമാധാനം മുൻകൂട്ടി നേടി. അമ്മക്ക് എനിക്ക് സമാധാനമുണ്ടോ എന്ന രീതിയിൽ അമ്മ എന്ത് ചെയ്തു, സുറുമ ഇടുന്ന സമയത്ത് എൻ്റെ സമാധാനം മുൻകൂട്ടി നോക്കിയിരുന്നു എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷനിൽ പറയുന്നത് അമ്മ എങ്ങനെയാണ് മകൻ്റെ കാഴ്ച തിരിച്ചു ലഭിക്കാൻ അമ്മയുടെ വഴിയിലൂടെ അമ്മ എങ്ങനെയൊക്കെ നോക്കി എന്നാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ നെക്സ്റ്റ് സെക്ഷൻ 4. അപ്പോൾ നമുക്ക് സെക്ഷൻ 4 പോവാം. ഹൗ ഡിഡ് വേസ് ഫാദർ ഡീൽ വിത്ത് ഹിസ് സൺസ് ബ്ലൈൻഡ്നെസ്. അപ്പോൾ അച്ഛൻ എങ്ങനെയാണത് നേരിട്ടത്, മകൻ്റെ ഈ ഒരു കാഴ്ചയില്ലാത്ത, ഈ ഒരു കാഴ്ച നഷ്ടപ്പെട്ട ഈ ഒരു കാര്യം അച്ഛൻ എങ്ങനെയാണ് ഫേസ് ചെയ്തത്, എങ്ങനെയാണ് അച്ഛന് ഡീൽ ചെയ്തത് എന്നാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നോക്കാൻ പോകുന്നത്. I remember the little test my mother put me through. One day he prescribed that just before I arrived at a closed door, I would stop and reach for the handle to open it. She began letting me go about the house by myself and she discovered that I seldom ran into things. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്, I remember the little test my mother put me through. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, ഐ റിമെമ്പർ ദ ലിറ്റിൽ ടെസ്റ്റ് മൈ മദർ പുട്ട് മീ ത്രൂ എന്ന് വെച്ചാൽ എൻ്റെ അമ്മ ചെറിയ ചെറിയ
ടെസ്റ്റുകളൊക്കെ നടത്താറുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ വൺ ഡേ ഷീ പെർസൈവ്ഡ് ദാറ്റ് ജസ്റ്റ് ബിഫോർ അറൈവ് അറ്റ് എ ക്ലോസ് ഡോർ ഐ വുഡ് സ്റ്റോപ്പ് ആൻഡ് റീച്ച് ഫോർ ദ ഹാൻഡിൽ ടു. അപ്പോൾ ഒരു ദിവസം അമ്മ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ടെസ്റ്റ്, അമ്മയുടെ ആഗ്രഹം എന്താണ്, മകന് അവന് സ്വയം എന്തെങ്കിലും ചെയ്യണം, അവനെ കൊണ്ട് സ്വയം ചെയ്യാൻ സാധിക്കണം എന്നാണ്. കണ്ണ് കാണാത്തത് കൊണ്ട് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം അമ്മ എന്ത് ചെയ്തു, അമ്മ വരുന്ന സമയത്ത് വേദ് എന്ത് ചെയ്തിരുന്നു, വേദ് ക്ലോസ് ചെയ്തിട്ടുള്ള ഡോറിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഹാൻഡിലേക്ക്, ആ ഒരു ഡോറിൻ്റെ, ആ ഒരു വാതിലിൻ്റെ ഹാൻഡ്, അതിൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ വലിക്കുന്നുണ്ടായിരുന്നു. ഷീ ബിഗാൻ ലെറ്റിംഗ് മീ ഗോ അബൌവ് ദ ഹൗസ് ബൈ മൈസെൽഫ് ആൻഡ് ഷീ ഡിസ്കവേർഡ്. അപ്പോൾ എന്താണ്, അമ്മയ്ക്ക് ഞാൻ ഈ ഒരു വീടിൻ്റെ ചുറ്റും, ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റും ഓടി നടന്ന് കാണാൻ അമ്മയ്ക്ക് വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു. ദാറ്റ് ഐ സെൽഡം റാൻ ഇൻ ടു തിങ്സ്. അതുകൊണ്ടാണ് അമ്മയുടെ ആ ഒരു ആഗ്രഹം കൊണ്ട് അമ്മ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് തരുന്നതും കൊണ്ടാണ് ഞാൻ ഓരോന്ന് കാര്യം ചെയ്തു പോകുന്നത്. എന്ന് വെച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, ഡോർ തുറക്കുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു നോക്കുന്നത്. ഷീ ക്രെഡിറ്റഡ് ദാറ്റ് ദ ഹക്കീം ആൻഡ് ദ സ്റ്റിങ്ങിങ് ഡ്രോപ്സ്, ബട്ട് എവറി evening she would hold her hand by before my face and ask me to tell her where it was. അപ്പോൾ എന്താണ് ഈ ഒരു ഷീ ക്രെഡിറ്റഡ് ദ ഹക്കീം ആൻഡ് ദ സ്റ്റിന്നിങ് ഡ്രോപ്സ്, ബട്ട് എന്താണ് ഈ ഒരു ആ ഒരു സ്റ്റിന്നിങ് ഡ്രോപ്സ്, ആ ഒരു എന്താണ് ഈ ഹക്കീമിൽ നിന്ന് ലഭിച്ച ആ ഒരു ഡ്രോപ്സ് എന്തെങ്കിലും ഒരു ചെറിയ മാറ്റങ്ങൾ ഈ ഒരു അമ്മയ്ക്ക് കാണാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ അമ്മ എന്ത് ചെയ്തു, അമ്മയ്ക്ക് ആ ഒരു കാര്യത്തിൽ ഹാപ്പി ആയിരുന്നു. എന്ന് വെച്ചാൽ ആ ഒരു അതിലൊരു ബെനിഫിറ്റ്, അല്ലെങ്കിൽ അതൊരു എന്താണ്, ആ ഒരു ഡ്രോപ്സിൽ ചില മാറ്റങ്ങൾ അമ്മയ്ക്ക് കാണാൻ സാധിച്ചു. ബട്ട് എവറി ഈവനിങ് ഷീ വുഡ് ഹിയർ ടു ഹോൾഡ് ഹർ ഹാൻഡ് ബിഫോർ മൈ ഫേസ് ആൻഡ് ആസ്ക്. എന്നിട്ട് അമ്മ എന്ത് ചെയ്തു, അമ്മയുടെ കൈ എൻ്റെ ഫേസിൽ വെച്ചിട്ട് ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ അമ്മ ചോദിക്കും. അമ്മ ഓരോ കാര്യങ്ങളും എന്നെക്കൊണ്ട് ഞാൻ ശരിയായ രീതിയിൽ പറയുന്നുണ്ടോ, എനിക്ക് എന്തൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ എന്ന രീതിയിൽ ടെസ്റ്റ് ചെയ്യുകയാണ്. ഷീ യൂസ് ടു ഷേക്ക് ഹർ ഹാൻഡ് ബിഫോർ മീ സോ ദാറ്റ് മിറേറ്റ്സ് ഓഫ് പോസ് നെക്സ്റ്റ് ടു ബിലോ ആൻഡ് അബോവ് മൈ ഹിയേഴ്സ് കുഡ് ഫീൽ ഹർ ഹാൻഡ് ഈവൻ വെൻ ഇറ്റ് വാസ് എ ഫുട്ട് എവേ. അപ്പോൾ എന്താണ്, അമ്മ കൈ കൊണ്ട് എന്ത് ചെയ്യും, യൂസ് ടു എന്തൊക്കെയോ ചെയ്യും, കൈ കൊണ്ട് എന്തൊക്കെയോ ആക്ഷൻസ് കാര്യങ്ങളും ചെയ്യും. അപ്പോൾ സാധാരണ ഈ കണ്ണ് കാണാത്തവർ എന്ത് ചെയ്യും, അവിടെ ചെവി തുറന്ന് വെക്കുമെന്ന് പറയാറുണ്ട്. അവർക്ക് കാഴ്ച ശക്തി ഇല്ലെങ്കിൽ പോലും എന്താണ്, കേൾവി ശക്തി കൂടുതലാണെന്നൊക്കെ പറയും കണ്ണ് കാണാത്തവർക്ക്. അവർക്ക് ഓരോ കാര്യങ്ങളും, ഓരോ സൗണ്ട് മനസ്സിലാക്കിയാണ് അവർ എന്ത് ചെയ്യുക, അവർ മനസ്സിലാക്കുന്നത്. ഒരു ശബ്ദം കേട്ടിട്ടാണ്, അവർക്ക് കാണാൻ സാധിക്കാത്തത് കൊണ്ട് ശബ്ദം അവർ കേട്ടിട്ടാണ് അവർ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും എന്താണ്, വേദ് ഓരോ ശബ്ദവും കേട്ട് മനസ്സിലാക്കിയിരുന്നു. എന്താണ്, ഇവൻ വെൻ ഫുഡ് വാസ് എവേ എന്ന് വെച്ചാൽ അമ്മ കൈ കൊണ്ട് കാണിക്കുന്ന ഓരോ കാര്യങ്ങളും അവന് മനസ്സിലാകാൻ സാധിച്ചു, എവിടെയാണുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ അമ്മ ചോദിക്കുന്ന സമയത്ത്. പക്ഷെ അമ്മ എന്താണ്, അമ്മയ്ക്ക് ചില സമയത്ത് ദ എയർ കറൻസ് ഹെൽപ്പ് മീ ടു സ്പോട്ട് ഇറ്റ് എന്ന് വെച്ചാൽ എന്നെ ആ ഒരു എന്താണ്, ആ ഒരു അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ ആ ഒരു കാറ്റിലൂടെ എന്നൊക്കെ പറയാം, ആ ഒരു ശബ്ദം എന്ന് വെച്ചാൽ ആ ഒരു ശബ്ദം കേൾക്കാനുള്ളൊരു കഴിവാണത്. എന്നെ ഹെൽപ്പ് ചെയ്തു. ബട്ട് ഷീ വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ്. അപ്പോൾ അമ്മയ്ക്ക് ഈ ഒരു കാര്യത്തിൽ അത്രയ്ക്ക് തൃപ്തി ഇല്ലായിരുന്നു. കാരണം എന്താണ്, ഷീ വാണ്ടഡ് മീ ടു ടെൽ ഹർ വെദർ ദ ലൈറ്റ് വാസ് ഓൺ ഓർ ഓഫ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, അമ്മയ്ക്ക് ഈ ഒരു കാര്യം ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് സാറ്റിസ്ഫൈഡ് ആയില്ല. കണ്ണ് കാണാത്ത ഈ ഒരു വേദ് എന്ത് ചെയ്യണം, സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് ഓൺ ആണോ ഓഫ് ആണോ എന്നുള്ള കാര്യം കൂടി പറയണമെന്ന് എന്താണ്, അമ്മയുടെ ഒരു ആഗ്രഹമാണ്. ഇവന് അത്രത്തോളം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, അവന് പറയാൻ സാധിക്കുമോ ഇല്ലയോ, ഒരു അമ്മയുടെ ആഗ്രഹമാണ് അത്. അമ്മയുടെ ആഗ്രഹം കൊണ്ട് തന്നെ അമ്മക്കത് എന്താണ്, ഈ ഒരു ചെയ്യുന്ന കാര്യത്തിൽ മാത്രമല്ല, അമ്മയ്ക്കൊരു സ്വിച്ച് ഇട്ടാൽ അത് ആ ലൈറ്റ് ഓണിലാണോ ഓഫിലാണോ എന്ന് വേദ് പറയണം. വെൻ ഐ ഫെയിൽഡ് ദിസ് ടെസ്റ്റ് ഷീ വാസ് അൺഹാപ്പി അഗെയിൻ. അപ്പോൾ ഞാൻ ആ ഒരു കാര്യത്തിൽ തെറ്റായ മറുപടിയാണ് നൽകുന്നതെങ്കിൽ അമ്മയ്ക്ക് സങ്കടമാവും. ബട്ട് ഐ സൂൺ കോട്ട് ഓൺ ആൻഡ് വുഡ് ലിസൺ ഫോർ ദ ക്ലിക്ക് ഓഫ് ദ സ്വിച്ച് ആൻഡ് ദെൻ ടെൽ ഹർ. പെട്ടെന്ന് എന്ത് ചെയ്തു, ഞാൻ പെട്ടെന്ന് അതൊക്കെ മനസ്സിലാക്കി. ആ ഒരു സ്വിച്ച് ഇടുന്ന സമയത്ത് ഞാനത് കേട്ടുകൊണ്ട് ആ ഒരു സ്വിച്ച് ഓൺ ആണോ ഓഫ് ആണോ എന്നുള്ള രീതിയിൽ ഞാനത് മനസ്സിലാക്കി. ഞാൻ കറക്റ്റായിട്ട് അമ്മയുടെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നുണ്ടായി. ഓൺ ആണോ ഓഫ് ആണോ എന്നുള്ള ടൈമിൽ ചോദിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് മറുപടി പറയുന്നുണ്ടായിരുന്നു. Sometimes she would flip the switch very rapidly time and again and I would always count the clicks and give her the right answer. അപ്പോൾ ചില സമയത്ത് അമ്മ എന്ത് ചെയ്യും, സ്പീഡായിട്ട് ഓണും ഓഫും ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ഓരോ കൗണ്ടും ഇങ്ങനെ കൗണ്ട് ചെയ്തിട്ട് കറക്റ്റ് ആൻസർ അമ്മയോട് പറയുന്നുണ്ടായിരുന്നു.
അപ്പോൾ അമ്മ ഒരുപാട് എന്താണ് വേദിനി ഒരുപാട് ടെസ്റ്റ് നടത്തിയിരുന്നു. അമ്മയ്ക്ക് ഈ ഒരു മകനെ ഇങ്ങനെ കാണുന്നതിൽ താല്പര്യമില്ല, അല്ലെങ്കിൽ ഏതൊരു അമ്മയും സഹിക്കില്ല ഈ ഒരു മകൻ ഇങ്ങനൊരു സ്ഥിതിയിലായാൽ. അപ്പോൾ ആ അമ്മയുടെ ആഗ്രഹമാണ് മകന് വീട്ടിൽ എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് അമ്മയ്ക്കുള്ളത്. അതുകൊണ്ടാണ് ഒരു ടെസ്റ്റും അമ്മ നടത്തിയത്. Okay, അപ്പോൾ നെക്സ്റ്റ്, although in my case there was an obstacle that seemed unsurmountable, father was determined to try everything. He read all available literature on blindness. He learned that almost all India's blind people had turned to begging for their livelihood or had become owners of pan and bistri shops and spent their days rolling nuts and condiments in a betel leaf or tobacco in a cigarette paper. He was determined that this was not going to be the fate of his second son, and he started corresponding with many of the prominent educational authorities, asking for their advice. The replies were not optimistic. For the blind, educational facilities and personnel were limited, and often the schools became semi-asylums with all ages grouped together in classes without any gradation system. അപ്പോൾ എന്താണ് ഈ ഒരു പാരയിൽ പറയുന്നത്? അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? although in my case there was an obstacle that seemed unsurmountable. അപ്പോൾ എൻ്റെ കേസിൽ, എൻ്റെ ഈ ഒരു അവസ്ഥയിൽ എന്താണ്, ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ എന്താണ് ഒബ്സ്റ്റക്കിൾ എന്ന് വെച്ചാൽ തടസ്സം എന്നാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഒബ്സ്റ്റക്കിൾ ദാറ്റ് സീംഡ് അൺസർമൗണ്ടബിൾ, മറികടക്കാൻ കഴിയാത്തതായി തോന്നുന്ന തടസ്സം എന്നാണ്. ഈ ഒരു പ്രശ്നത്തിൽ നിന്ന്, ഈ ഒരു തടസ്സത്തിൽ നിന്ന് മറികടക്കാൻ പറ്റുമോ, കഴിയാത്തൊരു രീതിയിലാണ് എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഫാദർ വാസ് ഡിറ്റർമൈൻഡ് ടു ട്രൈ എവറിത്തിങ്, എല്ലാം ചെയ്യാൻ അച്ഛൻ തീരുമാനിച്ചു. അച്ഛന് കഴിയുന്ന എല്ലാം ചെയ്യാൻ അച്ഛന് തീരുമാനിച്ചു. പക്ഷേ എങ്കിൽ look, he read all available literature on blindness. He learned that almost all India's blind people had turned to begging for their livelihood. അപ്പോൾ അച്ഛന് എല്ലാ അവൈലബിൾ ആയിട്ടുള്ള പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഈ ബ്ലൈൻഡ്നെസ്, ഈ കാഴ്ച, കണ്ണിന് അന്ധന്മാർക്കുള്ള എന്ന് വെച്ചാൽ കാഴ്ച നഷ്ടപ്പെട്ടവർക്കുള്ള എന്താണ് ആ ഒരു ബുക്സും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഹെൽപ്ഫുള്ളായിട്ട് എങ്ങനെയെങ്കിലും മകനെ സഹായിക്കാൻ പറ്റുമോ, മകനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്ന രീതിയിൽ അദ്ദേഹം വായിച്ചിരുന്നു. പക്ഷേ അതിലൊക്കെ അദ്ദേഹം വായിച്ചത് എന്തായിരുന്നു? ഈ ഒരു ബ്ലൈൻഡ് പീപ്പിൾ എന്ന് പറയുന്ന ഈ കണ്ണ് കാണാത്തവരെന്താണ്, മോസ്റ്റ്ലി മിക്ക ആൾക്കാരും എന്താണ് ബെഗ്ഗിങ്ങിലേക്ക്, ഭിക്ഷയിലേക്ക് പോവുകയാണ്. അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, അവരെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഭിക്ഷ എടുത്താണ് അവർ ജീവിക്കുന്നത് എന്നതാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഓർ ഹാഡ് ബിക്കം ഓണേഴ്സ് ഓഫ് പാൻ ആൻഡ് ബിരി ഷോപ്സ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ ഒരു പാൻ ആൻഡ് ബിയർ ഷോപ്പുകളിലും അതുപോലെ തന്നെ ബിരി ഷോപ്സ് എന്ന് വെച്ചാൽ ബിയർ ഷോപ്പാണ്. ഓണേഴ്സ് ഓഫ് പാൻ ആൻഡ് ബിരി ഷോപ്സ് ആൻഡ് സ്പെൻഡ് ദിയർ ഡേയ്സ് റോളിംഗ് നട്ട്സ്. അപ്പോൾ റോളിംഗ് നട്ട്സ് എന്ന് വെച്ചാൽ ഈ അണ്ടിപ്പരിപ്പ് ഉരുട്ടിക്കൊണ്ട് അവരുടെ ദിവസം ചെലവഴിക്കുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു എന്താണ് ജസ്റ്റ് റോഡ് സൈഡിലൊക്കെ ജോലി ചെയ്യുന്ന അതാണ്. and spend their days rolling nuts and condiments in a betel leaf or tobacco. അപ്പോൾ condiments in betel leaf ഈ ബീട്രൂട്ട് ഇലയിലെ മസാലകളൊക്കെ എന്ന് വെച്ചാൽ ഈ ഒരു ടൊബാക്കോ, സിഗരറ്റ്, ആ കാര്യങ്ങൾ, ആ ഒരു ടൈപ്പിലുള്ള ജോലികളൊക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഈ ബ്ലൈൻഡ് പീപ്പിൾ പോകുന്നതെന്ന്. ഹി വാസ് ഡിറ്റർമൈൻഡ് ദാറ്റ് ദിസ് വാസ് നോട്ട് ഗോയിങ് ടു ബി ദ ഫേറ്റ് ഓഫ് ഹിസ് സെക്കൻഡ് സൺ. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹം തീരുമാനിച്ചു എൻ്റെ മകൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിക്കൂടാ, എൻ്റെ രണ്ടാമത്തെ മകൻ്റെ വിധി ഇങ്ങനെ ആയിക്കൂടാ എന്ന് ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹം തീരുമാനിച്ചു എൻ്റെ മകന് ഈ ഒരു അവസ്ഥ വരാൻ പാടില്ല എന്ന്. ആൻഡ് ഹി സ്റ്റാർട്ടഡ് കറസ്പോണ്ടിങ് വിത്ത് മെനി ഓഫ് ദ പ്രൊമിനൻറ്റ് എഡ്യൂക്കേഷണൽ അതോറിറ്റീസ്. അപ്പോൾ ഇദ്ദേഹം ഒരുപാട് അതോറിറ്റീസ് ആയിട്ട്, എഡ്യൂക്കേഷണൽ വിദ്യാഭ്യാസത്തിൻ്റെ ആൾക്കാരുമായിട്ട് ഒരുപാട് സംസാരിച്ചു. എന്തെങ്കിലും അഡ്വൈസ് ലഭിക്കുകയാണെങ്കിൽ ആസ്കിങ് ഫോർ ദ അഡ്വൈസ്, എന്താണ് അവരുടെ അഭിപ്രായം, എങ്ങനെയാണ് എൻ്റെ മകനെ നല്ലൊരു ഫ്യൂച്ചർ കൊടുക്കാൻ സാധിക്കുക എന്ന നിലയിൽ. ദ റിപ്ലൈസ് വെർ നോട്ട് ഓപ്റ്റിമിസ്റ്റിക്. അപ്പോൾ ഇദ്ദേഹത്തിന് ലഭിച്ച റിപ്ലൈസ് ഒന്നും ശുഭാപ്തി ഉണ്ടായിട്ട്, ഇദ്ദേഹത്തിന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിപ്ലൈ ഒന്നും ആരുടെ സൈഡിൽ നിന്ന് ലഭിച്ചില്ല. ഫോർ ദ ബ്ലൈൻഡ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് ആൻഡ് പേഴ്സണൽ വെയർ ലിമിറ്റഡ്. അപ്പോൾ ഈ കണ്ണ് കാണാത്തവർക്കുള്ള എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി, വിദ്യാഭ്യാസത്തിലുള്ള എന്താണ്
വിദ്യാഭ്യാസത്തിലാണെങ്കിലും അവർക്കുള്ള എന്താണ് ഒരു ലിമിറ്റ് ഉണ്ട് എന്ന് വെച്ചാൽ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും, അവർക്ക് എല്ലാ കുട്ടികളെ പോലെ പഠിക്കാനൊന്നും സാധിക്കില്ല എന്ന രീതിയിലാണ്. ആൻഡ് ഓൺ ദ സ്കൂൾസ് ബിക്കം സെമി അസ്ലംസ് വിത്ത് ഓൾ ഏജസ് ഗ്രൂപ്പ് ടുഗെദർ ഇൻ ക്ലാസ്സസ് വിത്തൗട്ട് എനി ഗ്രഡേഷൻ സിസ്റ്റം. അപ്പോൾ മറ്റുള്ള സ്റ്റുഡൻസ് മറ്റുള്ള കുട്ടികളെ പോലെ ഇങ്ങനെ ക്ലാസ്സൊക്കെ ഡിവൈഡ് ചെയ്തിട്ടല്ല എല്ലാ കുട്ടികളും ഒന്നിച്ചിരുന്ന് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ളൊരു സിസ്റ്റമാണ് ഈ ഒരു ബ്ലൈൻഡ് സ്റ്റുഡൻസിന് ബ്ലൈൻഡ് കുട്ടികൾക്ക് ഉണ്ടായിരുന്നത്. അല്ലാതെ ഗ്രഡേഷനായിട്ട് 1ാം ക്ലാസ് 2ാം ക്ലാസ് ആ ഒരു രീതിയിൽ ക്ലാസ് ഡിവൈഡ് ചെയ്തിട്ടല്ല എല്ലാവരും ഒന്നിച്ചിരുന്ന് ബ്ലൈൻഡ് സ്റ്റുഡൻസൊക്കെ ഉള്ള ഒരു അവരെ അവരെ വേറൊരു രീതിയിൽ കണ്ടുകൊണ്ടാണ് അവർക്കുള്ള എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ ലഭിച്ചത്. അതാണ് ഈ ഒരു പാരയിൽ പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് പാരയിലോട്ട് പോവാം. മൈ ഫാദർ സ്റ്റിൽ പെർസിസ്റ്റഡ് ഫോർ ഹി ന്യൂ ദാറ്റ് മൈ സ്റ്റേയിങ് അറ്റ് ഹോം വുഡ് റിസൾട്ട് ഇൻ മൈ ബിക്കമിങ് എ pampered child. He realized as well that I would have difficulty playing with normal children and my mother would always be afraid to let me leave the immediate premises. എന്ന് വെച്ചാൽ എൻ്റെ അച്ഛന് വീണ്ടും, പക്ഷേ അച്ഛന് തളർന്നില്ല. എന്ന് വെച്ചാൽ അച്ഛന് പിന്നെയും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഫോർ ഹി ന്യൂ ദാറ്റ് മൈ സ്റ്റേയിങ് അറ്റ് ഹോം വുഡ് റിസൾട്ട് ഇൻ മൈ ബിക്കമിങ് എ പാമ്പേർഡ് ചൈൽഡ്. എന്ന് വെച്ചാൽ അച്ഛന് അറിയായിരുന്നു ഞാനിങ്ങനെ വീട്ടിലിരിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന്. അപ്പോൾ എന്താണ്, മൈ ഫാദർ സ്റ്റിൽ പെർസിസ്റ്റഡ്. അപ്പോൾ അച്ഛന് വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഫോർ ഹി ന്യൂ ദാറ്റ് മൈ സ്റ്റേയിങ് അറ്റ് ഹോം വുഡ് റിസൾട്ട് ഇൻ മൈ ബിക്കമിങ് എ പാമ്പേർഡ് ചൈൽഡ്. അപ്പോൾ ഇങ്ങനെ വീട്ടിലിരുന്നാൽ അച്ഛൻ്റെയോ അമ്മയുടെയോ ഒക്കെ വാത്സല്യം കൊണ്ട്, എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു വാത്സല്യവും കരുതലൊക്കെ കാരണം ഈ ഒരു കുട്ടി ഓമനമുള്ള കുട്ടി, എന്ന് വെച്ചാൽ കൊഞ്ചിച്ച് എല്ലാവരും കൂടി കുട്ടിയെ വഷളാക്കും. ഇവന് സ്വന്തം കാലിൽ നിൽക്കാനോ അല്ലെങ്കിൽ ഇവന് ഒന്നിനും കൊള്ളാത്തവന, ഒരു പ്രാപ്തനാവില്ല എന്ന രീതിയിൽ അച്ഛന് മനസ്സിലായിരുന്നു. ഹി റിയലൈസ്ഡ് ആസ് വെൽ ദാറ്റ് ഐ വുഡ് ഹാവ് ഡിഫിക്കൽട്ടി പ്ലേയിങ് വിത്ത് നോർമൽ ചിൽഡ്രൻ. അപ്പം അച്ഛനറിയാം എനിക്ക് നോർമൽ ആയിട്ടുള്ള കുട്ടികളുടെ ഒന്നിച്ച് കളിക്കാൻ പറ്റില്ലെന്ന്. അതുപോലെ തന്നെ അമ്മയ്ക്കും പേടിയായിരുന്നു. ആൻഡ് മൈ മദർ വുഡ് ഓൾവേസ് ബി അഫ്രേഡ് ടു ലെറ്റ് മീ ലീവ് ദ ഇമ്മീഡിയറ്റ് പ്രിമൈസസ്. അപ്പോൾ അമ്മയ്ക്ക് എന്തായിരുന്നു, ആ ഒരു പേടിയുണ്ടായിരുന്നു മറ്റു കുട്ടികളോടൊപ്പം എന്നെ കളിക്കാൻ വിടാൻ അമ്മയ്ക്ക് പേടിയുണ്ടായിരുന്നു. ഉടനടി ആ ഒരു പരിസരത്തൊക്കെ കളിക്കുന്നതിൽ അമ്മയ്ക്ക് പേടിയുണ്ടായിരുന്നു എന്തെങ്കിലും സംഭവിക്കും എന്ന രീതിയിൽ. അപ്പോൾ നെക്സ്റ്റ് പാര. അറ്റ് ലാസ്റ്റ് ദ ഹേർഡ് ഓഫ് ഡോക്ടർ RM ഹാൾഡർ, പ്രിൻസിപ്പൽ ഓഫ് ദാദാ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് ഇൻ ബോംബെ, മൈ ഫാദർ റോട്ട് ടു ഹിം ആസ്കിങ് ഫോർ അഡ്വൈസ്. അപ്പോൾ ദാദാ സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിൽ സ്കൂൾ ഫോർ ബ്ലൈൻഡ് ആണ്, അത് ബ്ലൈൻഡ് സ്റ്റുഡൻസിനുള്ള സ്കൂളായിരുന്നു. ആ സ്കൂളിലത്തെ പ്രിൻസിപ്പൽ ഡോക്ടർ RM ഹാൾഡർ അദ്ദേഹത്തിന് ഒരു ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു അച്ഛന്. അദ്ദേഹത്തിൻ്റെ അഡ്വൈസ്, അദ്ദേഹത്തിനോട് മോനെ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാനും മോനെ നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ലെറ്റർ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മറുപടി കൊടുത്തു. ഡോക്ടർ ഹാൽഡർ ഷോഡ് അൺയൂഷ്വൽ ഇൻട്രസ്റ്റ് ഇൻ മൈ കേസ് ആൻഡ് പ്രോമിസ് ടു ടേക്ക് സ്പെഷ്യൽ കെയർ ആൻഡ് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ഫോർ മീ ഇഫ് ഐ വേ സെൻഡ് ടു ഹിസ് സ്കൂൾ. അപ്പോൾ നിങ്ങൾ കുട്ടിയെ എൻ്റെ സ്കൂളിൽ അയക്കുകയാണെങ്കിലും അവന് സ്പെഷ്യൽ കെയറും അവൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം, അവൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന രീതിയിലുള്ള റെസ്പോൺസ് അദ്ദേഹം ഡോക്ടർ RM ഹാൾഡർ പ്രിൻസിപ്പൽ ദാദാ സ്കൂളിലെ പ്രിൻസിപ്പൾ മറുപടി നൽകി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ലാസ്റ്റ് പാര. വെൻ മൈ മദർ ലേൺഡ് ഓഫ് മൈ ഫാദേഴ്സ് ഡിസിഷൻ ടു സെൻഡ് മീ ടു ദ ദാദാ സ്കൂൾ ഷി വാസ് അപ്പീൽഡ്. അപ്പോൾ എന്താണ്, അമ്മയ്ക്ക് ഈ ഒരു അച്ഛൻ്റെ ഈ ഒരു തീരുമാനം ആ സ്കൂളിലേക്ക് അയക്കാമെന്നുള്ള തീരുമാനം കേട്ടപ്പോൾ അമ്മയ്ക്ക് എന്ത് ചെയ്തു, ആകെ പരിഭ്രാന്തമായി. ഷീ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ റീസൺ ഫോർ സെൻഡിങ് മീ 900 miles away ഫ്രം ഹോം ടു അറ്റൻഡ് സ്കൂൾ വിത്ത് ഓർഫൻസ് ആൻഡ് ചിൽഡ്രൻ ഓഫ് ദ പൂറസ്റ്റ് ക്ലാസ്സസ്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് അച്ഛന് ഈ ഒരു 900 ഇത്രയും ദൂരം മൈൽ വീട്ടിൽ നിന്ന് ഒരുപാട് പോകാനുണ്ട് ആ ഒരു സ്കൂളിലേക്ക്. അതും അനാഥ കുട്ടികളോടൊന്നിച്ചും അതുപോലെ തന്നെ പൂവറായിട്ടുള്ള പാവപ്പെട്ട ഈ ഒരു കുട്ടികളോടൊപ്പം എന്തിനാണ് എന്നെയും കൂടി അങ്ങോട്ട് അയക്കുന്നതെന്നുള്ളൊരു ഒരു വിഷമം അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഷീ പ്ലേസ്ഡ് ഹെർ ഫെയ്ത്ത് ഇൻ മൈ ഫാദർ സുപ്പീരിയർ ജഡ്ജ്മെൻറ്റ് ആൻഡ് ഇൻ എ ക്വൈറ്റ് വേ ഷീ എഗ്രീഡ്. ഒടുവിൽ എന്ത് ചെയ്തു, അച്ഛൻ്റെ ആ ഒരു തീരുമാനത്തിൽ അമ്മയ്ക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, അമ്മയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു. അച്ഛൻ്റെ ആ ഒരു തീരുമാനത്തിൽ അമ്മ എന്ത് ചെയ്തു, അമ്മയ്ക്ക് മനസ്സോടെ അമ്മയും ഓക്കെ എന്ന് പറഞ്ഞിട്ട് മകനെ അയക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്കൂളിലേക്ക് അയക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു.